അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ഹൈദരാബാദ് കാഴ്ചകൾ ഇങ്ങനെ തുടരുകയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഒരു ലോക്കൽ ഫുഡ് തന്നെ വേണമെന്ന് ഇവിടുത്തെ. രാവിലെ ഇവരെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ കുത്തബ്ഷ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കഴിക്കുക. അവിടെ നേരെ കുത്തബ്ഷയിലോട്ട് ചെന്നു. അവരെൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെപ്പറ്റി. എൻ്റെ ബ്രദർ ഇവിടെ ഒരു 7 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് കുത്തബ്ഷയിൽ എന്നെ കൊണ്ടുവരുന്നതും കുത്തബ്ഷയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാനപ്പോൾ അവനോട് ചോദിച്ചു നിനക്ക് എന്നാൽ ഗൈഡായിട്ട് ഇവിടെ വർക്ക് ചെയ്തിടുന്നു. ഇവിടെ 7ഓളം ട്യൂബുകളുണ്ട് ഇങ്ങനത്തെ. നേരത്തെ ആൾക്കാരൊന്നും ഇത്ര വരാത്തതുകൊണ്ട് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ നോക്കില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയുണ്ട്. ഇപ്പം അവർ നല്ലപോലെ ഹൈദരാബാദ് ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തിട്ട് ശരിയാക്കി തുടങ്ങിയതിൻ്റെ കുറേ വ്യത്യാസങ്ങൾ കാണാനുണ്ടെന്ന് അവൻ പറയുന്നുണ്ടാവും. കുറേ നാൾക്ക് ശേഷം വന്നിട്ട് ഇപ്പോൾ പറഞ്ഞു അവിടെ നല്ല നീറ്റായിട്ടുണ്ട് ഇത് ഫുള്ള്. ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു ഗോൾക്കൊണ്ട ഫോർട്ട് എന്നൊരു ഫോർട്ട് ഉണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഗോൾക്കൊണ്ട ഫോർട്ടും ഈ കുത്തബ്ഷുമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ഉള്ളതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഫോർട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രക്ക് ഉയരത്തിലാണ് ആ ഫോർട്ട് നിൽക്കുന്നത് തന്നെ. നിങ്ങൾക്ക് ഹൈദരാബാദ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ പോകുവാണെങ്കിൽ ഈ സ്ഥലം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട സ്ഥലം തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വരുന്നത് കാണുന്നത്. അവരിങ്ങനെ ഫോട്ടോസൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട്. ഞങ്ങൾ അവിടെ മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പം ഞങ്ങൾ നോക്കും മലയാളികളോ. ഞങ്ങൾ ഇന്ന് അവരോട് സംസാരിച്ചു. അവർ ടീച്ചേഴ്സാണ്. അവർ വെക്കേഷൻ ടൈം വന്നതാണ്. ഇത് ഫുള്ള് ഒരു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സാണ്. അവരുടെ ഫാമിലി ഫുള്ളുണ്ട്. അങ്ങനെ കുറേ നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഓരോ വിശേഷങ്ങളൊക്കെ തിരക്കി. പിന്നെ അവിടെ ഞങ്ങൾ അടുത്ത കാഴ്ചകളിലോട്ട് ഇറങ്ങി. അടുത്ത സ്ഥലത്തോട്ട് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഇത്രയും ചൂട് കാരണം പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നേരെ റൂമിലോട്ട് പോയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. വൈകുന്നേരം സ്ഥിരം തന്നെ ചായ കുടിക്കാനായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ചു. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടും എൻ്റെ ബ്രദറും വർക്ക് ചെയ്യുന്നവരുടെ IT ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ ഇൻഫോ പാർക്ക് ഏരിയ കണക്കത്ത് ഇവരുടെ അവിടെ ഒരു ഏരിയ ആണ്. അതിൻ്റെ കറക്റ്റ് പ്ലേസ് നെയിം എനിക്കറിയില്ല. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഈ പ്രേമലു മൂവി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഈ പ്രേമലു കാണാൻ ഞാനും അവനും കൂടെയാണ് പോയത്. മൂവിയിൽ ഓരോ സീൻ കാണിക്കുമ്പം ആ സ്ഥലം എവിടെയാണ് എന്നൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹൈദരാബാദ് വന്നപ്പോഴാണ് മനസ്സിലായത് കിടിലൻ സിറ്റിയാണ് ഹൈദരാബാദ് എന്ന്. ഇവിടുന്ന് പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നേരെ റൂമിലോട്ട്. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം.